Good morning. Today's topic is buses or bus structure. The bus is a simple structure that implements the interconnection between our I/O devices, processor, and main memory. And the buses can be classified as three, that is address bus, data bus, and control bus. The buses provides a communication path for the transfer of data and also for addresses and control information. Bus also includes lines to support interrupts and arbitration. A bus protocol is the set of rules that governs the behavior of various devices connected to the bus as to when to place information on the bus, when to assert control signals, etc. അതായത് നമ്മളിന്ന് ബസ്സസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബസ് നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ഇൻ്റർ കണക്ഷന് വേണ്ടിയിട്ടാണ് ബസ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ പ്രൊസസ്സർ, മെയിൻ മെമ്മറി, IO ഡിവൈസസ് ഇവർ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻ. അറ്റ് എ ടൈം നമുക്ക് ഒരു ഈ ഇൻ്റർ കണക്ഷൻ ലൈൻസിലൂടെ എന്ത് ചെയ്യാം, പ്രൊസസ്സറിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് IO ഡിവൈസിലേക്കോ ഒക്കെ ഡാറ്റാസ്, അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ്, അതുപോലെ അഡ്രസ്സും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മെയിനായിട്ട് 3 ടൈപ്പ് ബസ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്രസ് ബസ്, ഡാറ്റാ ബസ്, അതുപോലെ തന്നെ കൺട്രോൾ ബസ്. ഇപ്പോൾ ബസ്സസ് കമ്മ്യൂണിക്കേഷൻ പാത്ത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇൻറ്ററപ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ ആർബിട്രേഷന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ബസ്സസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത് ഒരു ബസ് പ്രോട്ടോകോൾ വെച്ചിട്ടാണ്. അതായത് എപ്പോഴൊക്കെയാണ് നമുക്ക് ബസ്സിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അഡ്രസ്സ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതുപോലെ തന്നെ കൺട്രോൾ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ബസ് പ്രോട്ടോകോൾസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ബസ് പ്രോട്ടോകോൾസ് സെറ്റ് ചെയ്യുന്നത് കൺട്രോൾ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കൺട്രോൾ ലൈൻസ് വെച്ചിട്ടാണ് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ റെഡിയായോ അല്ലെങ്കിൽ അഡ്രസ്സ് പ്ലേസ് ചെയ്യാൻ റെഡിയായോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ കൺട്രോൾ ലൈൻസ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈ നമുക്കിപ്പം ഒരു കൺട്രോൾ ലൈൻ യൂസ് ചെയ്യുന്നതാണ് റീഡ് ഓർ റൈറ്റ് എന്ന് പറയുന്ന കൺട്രോൾ ലൈൻ. അതായത് റീഡ് എന്നുള്ളത് ആക്റ്റീവ് ഹൈ ആണ്, അതുപോലെ തന്നെ റൈറ്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ സിഗ്നലാണ്. അപ്പോൾ നമ്മൾ 1 ആണ് റീഡ് ഓർ റൈറ്റ് എന്ന് പറയുന്ന ഒരു ബിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഈക്വൽ ടു 1 ആണെങ്കിൽ അത് റീഡ് കൺട്രോൾ സിഗ്നലായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അത് 0 ആണെങ്കിൽ ആക്റ്റീവ് ലോ റൈറ്റ് ആണ്, അപ്പോൾ അത് റൈറ്റ് സിഗ്നലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ കൺട്രോൾ സിഗ്നൽ ത്രൂ ആണ് നമുക്ക് എന്തൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളത് നമ്മൾ പാസ് ചെയ്യുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ബസ് ലൈൻസ് മേ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു 3 ടൈപ്സ്: ഡാറ്റ, അഡ്രസ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ്. കൺട്രോൾ സിഗ്നൽ സ്പെസിഫൈ വെദർ ഇറ്റ് ഈസ് എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ റീഡ് ഓപ്പറേഷൻ ആണോ റൈറ്റ് ഓപ്പറേഷൻ ആണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സിഗ്നൽ യൂസ് ചെയ്യാം. റിക്വയർഡ് സൈസ് ഓഫ് ദ ഡാറ്റ വെൻ സെവറൽ ഓപ്പറൻറ്റ് സൈസ്, അതായത് നമുക്കിപ്പോൾ ബിറ്റാണോ ബൈറ്റിലാണോ വേർഡിലാണോ ലോങ് വേർഡിലാണോ ഏത് ടൈപ്പാണ് ഡാറ്റ ആക്സസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കൺട്രോൾ സിഗ്നൽസ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ചില സിസ്റ്റത്തിൽ 32 ബിറ്റ് ആയിരിക്കും, ചില സിസ്റ്റത്തിൽ 64 ബിറ്റ് ആയിരിക്കും, അങ്ങനെ കാണാറില്ലേ. അപ്പം അത് നമ്മുടെ റീഡ് ചെയ്യുന്ന അഡ്രസ്സിൻ്റെയൊക്കെ സൈസിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് സൈസ് എന്നുള്ളത് നമുക്ക് കൺട്രോൾ ലൈൻസ് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ടൈമിംഗ് ഇൻഫർമേഷൻ ടു ഇൻഡിക്കേറ്റ് വെൻ ദ പ്രൊസസ്സർ ആൻഡ് IO ഡിവൈസസ് മേ പ്ലേസ് ഡാറ്റ ഓർ റിസീവ് ഡാറ്റ ഫ്രം ദ ബസ്. അതായത് നമുക്ക് ടൈമിംഗ് സിഗ്നൽസ് വെക്കാം. ഇതിപ്പം ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോ സെക്കൻഡാണ് ഉള്ളതെങ്കിൽ ഓരോ 1 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് തന്നെ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ IO ഡിവൈസിലേക്ക് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ടൈമിംഗ് കൺട്രോൾ സിഗ്നൽസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്കീംസ് ഫോർ ടൈമിംഗ് ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ ഓവർ എ ബസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടൈമിംഗ് ഓരോ ടൈമിംഗ് സിഗ്നൽ വരുന്ന ടൈമിൽ മാത്രമേ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ അല്ലെങ്കിൽ കൺട്രോൾ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അസിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോക്ക് സൈക്കിൾസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അല്ലാത്ത നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാം. സിങ്ക്രണസിലാണെങ്കിൽ കറക്റ്റ് ക്ലോക്കിൻ്റെ ട്രിഗറിങ് എഡ്ജിലൊക്കെ മാത്രമേ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഒരു സിങ്ക്രണസ് ബസ്സിൻ്റെ സ്ട്രക്ചറാണ് കാണിക്കുന്നത്. സിങ്ക്രണസ് ബസ്സിൻ്റെ നോക്കുക, ഇതാണ് ഒരു ക്ലോക്ക് സൈക്കിളിൻ്റെ ഹൈ പോർഷനാണിത്, ലോ പോർഷനാണിത്. അപ്പോൾ രണ്ടും കൂടി ചേർന്നാലാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഒരു ബസ്സിൻ്റെ ക്ലോക്ക് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്
ഒരു ഹൈ സിഗ്നൽ, ആക്റ്റീവ് ഹൈ സിഗ്നലാണിത്. നോക്കുക, ഇവിടുന്ന് ആക്റ്റീവ് ലോയിൽ നിന്ന് അത് ഹൈയിലേക്കായി, ഹൈയിലേക്ക് കുറച്ച് സമയം നിന്നു. ദെൻ ട്രാൻസിഷൻ എഡ്ജാണ്, ഹൈന്ന് ലോയിലേക്ക് ട്രാൻസിഷൻ നടന്നു. അഗെയിൻ ലോ വരെ കുറച്ച് ടൈം ഡ്യൂറേഷൻ. ഇത് രണ്ടും ഈക്വൽ ടൈം ഡ്യൂറേഷൻ ആയിരിക്കും ക്ലോക്കിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ ഒരു ഹൈയും ലോയും കൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിളായി, അല്ലെങ്കിൽ ഒരു ബസ് സൈക്കിളായി. അപ്പം അങ്ങനെ വരുന്നതാണ് സിങ്ക്രണസ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക്രണസ് ബസ്സിലുള്ള ഒരു ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കുക, ബസ് സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഹൈ ആണ്, ലോ ആണ്, അതൊരു സൈക്കിൾ മാത്രമാണ്. നോക്കുക, ഇവിടെ നമ്മൾ ട്രാൻസിഷൻ ആണ്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്രസ് ലൈനിലേക്ക് നമ്മൾ ആവശ്യമുള്ള അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് ഈ അഡ്രസ് ലൈനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഡാറ്റ നോക്കുക നിങ്ങൾ, ഡാറ്റ ലൈൻ ഇതാ ഈ ഒരു പൊസിഷൻ എത്തുമ്പോഴത്തേക്കും ഡാറ്റ എന്ത് ചെയ്തു, ഡാറ്റ ലൈനിലേക്ക് ഇതാണ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻസിൻ്റെ സീക്വൻസ് നോക്കാം. ഇവിടെ ശരിക്കും രണ്ട് മാസ്റ്റർ സ്ലേവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ മാസ്റ്റർ ആക്ട് ചെയ്യുന്നത് നമ്മുടെ പ്രൊസസ്സർ തന്നെയാണ്, സ്ലേവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ IO ഡിവൈസസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നോക്കുക, T0, T1, T2 എന്ന് പറഞ്ഞിട്ട് 3 ടൈമിംഗ് സെക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു ക്ലോക്കിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ T0 എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, മാസ്റ്റർ നമുക്ക് ഏത് അഡ്രസ് ലൊക്കേഷനിൽ നിന്നാണോ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് ആ അഡ്രസ്സ് എന്ത് ചെയ്യും, അഡ്രസ് ലൈനിലേക്ക് അല്ലെങ്കിൽ അഡ്രസ് ബസ്സിലേക്ക് ലോഡ് ചെയ്ത് കൊടുക്കും. അതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്റർ പ്രൊസസ്സർ അഡ്രസ് ബസ്സിലേക്ക് നമുക്ക് ആവശ്യമുള്ള അഡ്രസ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ചെയ്ത് കൊടുക്കും. ദെൻ ആ കംപ്ലീറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് വരെ ആ അഡ്രസ് ബസ്സിൽ ആ അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ അഡ്രസ് ബസ്സിൽ നിന്ന് ആ ഡാറ്റേനെ എടുത്തിട്ട് വേറെ ഡാറ്റ ലോഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നോക്കുക, ഇപ്പോൾ നമ്മുടെ അഡ്രസ് ബസ്സിലുള്ളത് നമ്മളിപ്പോൾ ലോഡ് ചെയ്തിട്ടുള്ള അഡ്രസ് ലൈനാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഓപ്പറേഷൻ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ, ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും നടക്കാം. നമുക്കിപ്പോൾ റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിലെ ഡാറ്റ റീഡ് ചെയ്തിട്ട് ഏതെങ്കിലും IO ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരിക്കും വേണ്ടതും. റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്ക് ഏതെങ്കിലും IO ഡിവൈസ് കൊടുത്തൊരു ഡാറ്റ റൈറ്റ് ചെയ്യുകയായിരിക്കും വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് റീഡ് ഓപ്പറേഷൻ്റെ വെച്ചിട്ടാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ, അതായത് ഈ ഹൈ സിഗ്നൽ ട്രാൻസിഷൻ വരുന്ന ഈ ഒരു സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, സ്ലേവ്, അതായത് നമ്മുടെ IO ഡിവൈസ്, ഇപ്പോൾ കീബോർഡ് ആവാം, വേറെ എന്തെങ്കിലും IO ഡിവൈസ് ആവാം, ആ സ്ലേവ് എന്ത് ചെയ്യുന്നു, ഡാറ്റ ലൈനിലേക്ക് ഡാറ്റേനെ പാസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പം ഡാറ്റ ലൈനിലേക്ക് ഡാറ്റേനെ പാസ് ചെയ്തു. ദെൻ അടുത്ത T2 എന്ന് പറയുന്ന ലൊക്കേഷൻ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, മാസ്റ്റർ സ്റ്റോപ്സ് ദ ഡാറ്റ ഓൺ ദ ഡാറ്റ ലൈൻ ഇൻ ടു ഇൻപുട്ട് ബഫർ ഫോർ റീഡ് ഓപ്പറേഷൻ. അതായത് ഈ ഡാറ്റ ലൈനിലുള്ള ഡാറ്റ അത് എപ്പോഴും ഒരു പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡാറ്റയല്ല, വേറെ എന്തെങ്കിലും ഒരു പിന്നെ ഡിവൈസ് വീണ്ടും ഒരു റൈറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റീഡ് ഓപ്പറേഷനോ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ലൈനിലേക്ക് വീണ്ടും ഡാറ്റാസ് വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഡാറ്റ മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, റീഡ് ചെയ്ത ഡാറ്റേനെ ഒരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതായത് കറക്റ്റായിട്ടുള്ള റീഡ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന ആ ഡാറ്റേനെ എന്ത് ചെയ്യുന്നു, ഒരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്ലോക്ക് സൈക്കിളുണ്ട്, ആ ക്ലോക്ക് സൈക്കിളിൽ T0 ഇങ്ങനെ നടക്കുന്നു, T1 ഇങ്ങനെ നടക്കുന്നു, T2 ഇങ്ങനെ നടക്കുന്നു എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബട്ട് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന കീബോർഡിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ ഒരുപാട് പ്രൊസസ്സറിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇപ്പോൾ T0 ഡാറ്റ മാസ്റ്റർ പ്ലേസ് ചെയ്യണം, T1 ആകുമ്പോഴത്തേക്കും റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഡിലേ ഉണ്ടാവും. അപ്പോൾ ഡിലേ വരുന്ന സമയത്ത് ഈ കറക്റ്റ് ഈ ക്ലോക്കിൻ്റെ എഡ്ജസിലൊന്നും നമുക്കിതുപോലെ ഡയഗ്രാംസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. സിങ്ക്രണസ് ബസ്സിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആണ്, നോക്കാം. വൺസ് ദ മാസ്റ്റർ പ്ലേസസ് ദ ഡിവൈസ് അഡ്രസ് ആൻഡ് കമാൻഡ് ഓൺ ദ ബസ് ഇറ്റ് ടേക്സ് ടൈം ഫോർ ദിസ് ഇൻഫർമേഷൻ ടു പ്രൊപ്പഗേറ്റ് ടു ദ ഡിവൈസ്. അതായത് നമ്മളൊരു അഡ്രസ്സും അതുപോലെ തന്നെ റീഡ് കമാൻഡ് അല്ലെങ്കിൽ റൈറ്റ് കമാൻഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ദിസ് ടൈം ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിസിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ബസ്. അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് നമ്മളെ സിഗ്നലിങ്ങിൻ്റെ ഒക്കെ സ്പീഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കറസ്പോണ്ടിങ് സ്പീഡ്, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ടൈം എത്ര വരുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് വരുന്നത്. ഓൾസോ ഓൾ ഡിവൈസസ് ഹാവ് ടു ബി given enough time to decode the address and control signals so that the addressed slave can place data on the bus. അതായത് നമുക്ക്
അഡ്രസ്സ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ്സിനെ ഡീകോഡ് ചെയ്യണം. അതായത് നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള ഫോമാറ്റിലുള്ള അഡ്രസ്സ് ആണെന്നൊക്കെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ അഡ്രസ്സിനെ ഡീകോഡ് ചെയ്യണം. അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽ റീഡ് ആണോ റൈറ്റ് ആണോ എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു ടൈം എന്തുണ്ടാവും, ആവശ്യമുണ്ടാവും. ആ ടൈം നോക്കിയിട്ട് മാത്രമേ നമുക്കത് പിന്നെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, വിഡ്ത്ത് ഓഫ് ദ പൾസ് T1 മൈനസ് T0 ഡിപ്പെൻഡ്സ് ഓൺ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ ബിറ്റ്വീൻ ടു ഡിവൈസസ് കണക്റ്റഡ് ടു ദ ബസ്. അതുപോലെ തന്നെ ടൈം ടേക്കൺ ബൈ ഓൾ ഡിവൈസസ് ടു ഡീകോഡ് ദ അഡ്രസ് ആൻഡ് കൺട്രോൾ സിഗ്നൽ സോ ദാറ്റ് ദ അഡ്രസ്ഡ് സ്ലേവ് ക്യാൻ റെസ്പോണ്ട് അറ്റ് T1. അപ്പോൾ നമ്മൾ T1 മൈനസ് T0, അതായത് നമ്മൾ ഡാറ്റ പ്ലേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ആ ടൈം മൈനസ് T0 നമ്മളെ സ്റ്റാർട്ടിങ് ടൈം, ആ ഒരു ഡ്യൂറേഷൻ്റെ ഡിപ്പെൻഡ്സ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രൊപ്പഗേഷൻ ഡിലേ ബിറ്റ്വീൻ ദ ടു ഡിവൈസസ് കണക്റ്റഡ് ടു ദ ബസ്. അതായത് നമ്മളെ IO ഡിവൈസസും അതുപോലെ തന്നെ പ്രോസസ്സറും, അല്ലെങ്കിൽ IO ഡിവൈസസും അതുപോലെ തന്നെ മെമ്മറിയും, അവർ തമ്മിലുള്ള പ്രൊപ്പഗേഷൻ ഡിലേ എത്രയാണ് അത് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ടൈം ടേക്കൺ ബൈ ഓൾ ദ ഡിവൈസസ് ടു ഡീകോഡ് ദ അഡ്രസ്സ്, നമ്മൾ കൊടുത്ത അഡ്രസ്സ് ഡീകോഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കുറച്ച് ടൈമുണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ സിഗ്നൽസ് ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് സമയമുണ്ട്. അങ്ങനെ ഡീകോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിവൈസ് റെഡി ആയോ എന്നൊക്കെ, സ്ലേവ് ഡിവൈസ് റെഡി ആയോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ T1 റെസ്പോണ്ട് ചെയ്യുന്ന ടൈം, അതായത് നമ്മൾ ഡാറ്റാ ബസിലേക്ക് ലോഡ് ചെയ്യുന്ന ടൈം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഫീച്ചേഴ്സിനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ഫിഗർ നോക്കാം, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ചെറിയ ഡിലേ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫിഗറാണ്. അപ്പം ഫസ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മാസ്റ്റർ അഡ്രസ് ലൈനിലേക്ക് അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ മാസ്റ്റർ അഡ്രസ്സ് ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ ഈ ഒരു T0 എന്ന് പറയുന്ന ടൈമിൽ തന്നെ ആ അഡ്രസ്സിനെ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുക, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ നമ്മുടെ മാസ്റ്റർ അതിനെ സെൻഡ് ചെയ്ത് അത് നമ്മളെ അഡ്രസ് ലൈനിൽ എത്താൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഡിലേ ടൈം ഉണ്ട്. ആ ഡിലേ ടൈമാണ് കുറച്ചിവിടെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരച്ചിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ലൊക്കേഷനിൽ ഡാറ്റ T1 എന്ന് പറയുന്ന സമയമാകുമ്പോഴത്തേക്ക് റൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക, കുറച്ച് ഡ്യൂറേഷൻ ടൈം എടുക്കുന്നുണ്ട്. കാരണം ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈമിൻ്റെ ഡിലേ ഉണ്ടാവും. ആ ഡിലേ ആണ് ഇവിടെ കുറച്ച് ഷിഫ്റ്റ് ചെയ്ത് വരച്ചിട്ടുള്ളത്. നേരത്തെ നമുക്ക് കറക്റ്റ് T1 എന്ന് പറയുന്ന ടൈമിലായിരുന്നു ഡാറ്റ ലോഡ് ചെയ്ത് വന്നത്. അതുപോലെ തന്നെ ഈ മാസ്റ്റർ ഇത് പ്ലേസ് ചെയ്താൽ ഉടനെ സ്ലേവ് ഇത് കാണില്ല. സ്ലേവിന് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡിലേ എടുക്കുമായിരിക്കും. ഒരു സാധനം പ്ലേസ് ചെയ്ത് അപ്പം തന്നെ സ്ലേവിന് നോട്ടിഫിക്കേഷൻ പോകില്ല. കുറച്ച് ടൈം എടുത്താൽ മാത്രമേ സ്ലേവിനത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ സ്ലേവ് അത് അഡ്രസ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ അത് കറസ്പോണ്ടിങ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ഡാറ്റേനെ സ്ലേവിൻ്റെ ഡാറ്റയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അവർ സേവ് ചെയ്തെടുക്കുമായിരിക്കും അതങ്ങോട്ടേക്ക്. അപ്പോൾ ആ ഒരു ടൈം ഡിലേ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടുന്ന് T1 എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വരുന്നതിനേക്കാളും കുറച്ചുകൂടി ഷിഫ്റ്റ് ചെയ്തിട്ടാണ് സ്ലേവിൻ്റെ ഡാറ്റ ലൈനിലേക്ക് ഡാറ്റ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ആ ടൈം ഈ ഒരു ട്രിഗറിങ് എഡ്ജിൽ തന്നെ നടക്കണമെന്നില്ല. ഒരു ഡിലേ വരുവാണെങ്കിൽ കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ടേ നടക്കുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിഗറാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഡിലേക്ക് പറയുന്ന പേരാണ് പ്രൊപ്പഗേഷൻ ഡിലേ. അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ഡിലേ, അതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ക്ലോക്ക് സിഗ്നലാണ്. ഇവിടെ നോക്കുക, ഇവിടെ മൾട്ടിപ്പിൾ ക്ലോക്ക്സ് ഉണ്ട്. അതായത് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ക്ലോക്ക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒറ്റ ക്ലോക്കിൽ ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നതാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ എന്ത് ചെയ്യും, മാസ്റ്റർ അഡ്രസ് ലൈനിൽ അഡ്രസ് പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ കമാൻഡ്, ഇപ്പോൾ റീഡ് ആണോ റൈറ്റ് ആണോ എന്ത് കമാൻഡ് ആണെന്നുള്ളത് ആ കമാൻഡ് പ്ലേസ് ചെയ്യും. ദെൻ മാസ്റ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. മാസ്റ്റർ അഡ്രസ്സും പ്ലേസ് ചെയ്തു, എന്താ ഓപ്പറേഷൻ വേണ്ടതെന്നുള്ള കമാൻഡും പാസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നോക്കുക, മാസ്റ്റർ സ്റ്റോപ്സ് ഡാറ്റ ഇൻ ടു ദ ഇൻപുട്ട് ബഫർ. അതായത് ഇന്ന ലൊക്കേഷനിൽ റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലൊക്കേഷൻ സ്പീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡാറ്റ ലൈനിലേക്ക് പേസ്റ്റ് ചെയ്യും. നിങ്ങൾ നോക്കുക, നേരത്തെ നമ്മൾ ഒറ്റ സൈക്കിളിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡാറ്റ ലൈനിൽ പ്ലേസ് നടന്നിട്ടുണ്ടായിന്. ഇവിടെ നോക്കുക, പ്ലേസിങ് കുറച്ച് ഡിലേ എടുക്കുന്നുണ്ട്. ദെൻ ഇതൊരു റെഡി സിഗ്നലാണ്. നമ്മുടെ മാസ്റ്റർ റെഡി സ്ലേവ് റെഡി എന്ന് പറഞ്ഞൊരു കൺട്രോൾ സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഹൈ ആയിരിക്കുന്ന സമയത്താണ് സ്ലേവിൻ്റെ അകത്ത്, ഇപ്പോൾ നിങ്ങൾ ഏത് IO ഡിവൈസ് ആണോ ആ IO ഡിവൈസിൻ്റെ അകത്തെ ഡാറ്റ എടുത്തിട്ട് ഡാറ്റ ലൈനിലേക്ക് വരുന്നത്.
അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നെക്സ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് പറയാം. ഓക്കെ.